ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ. അതുവരെ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുക്ക്ഡപ്പ് ആയിട്ടുള്ളൊരു കഥയാണത്. പ്രതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനം. എല്ലാവർക്കും നമസ്കാരം. ചില ആൾക്കാരെ നമ്മൾ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്ന് വെച്ചാൽ സാധ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം മീഡിയക്കാര് പറഞ്ഞത് വിശ്വസിച്ച് അതാണ് സത്യമെന്ന് ഉറപ്പുവരുത്തി ഓക്കെ മീഡിയക്കാർ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ മീഡിയക്കാർ കാണിച്ച കുറെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകൾ, ഇതൊക്കെ എല്ലാം വാസ്തവമാണെന്ന് വിശ്വസിച്ച് ഇന്നും ദിലീപ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് വിശ്വസിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇനിയിപ്പോ നമുക്ക് പറഞ്ഞു മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ട്രാക്ക് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അവര് ഉറപ്പിച്ചിരിക്കുകയാണ്. അവരെ പറഞ്ഞ് നന്നാക്കുകയോ അല്ലെങ്കിൽ ഒന്നും. ഇനിയിപ്പോ നാളെ ഇതിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് തെളിഞ്ഞാൽ കൂടി അവർ പറയുമില്ല ദിലീപാണ്. ആ ഒരു സെറ്റപ്പിലിരിക്കുന്ന ആൾക്കാരെ നമുക്കിനിപ്പോ പറഞ്ഞു മാറ്റുക എന്ന് പറയുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അന്ധമായിട്ട് കയറിയിരിക്കുകയാണ്. അന്ധമായിട്ട് അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം, നീതി ലഭിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ നിരപരാധിയായ ദിലീപ് ആണെങ്കിൽ, ഇനി ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. മറിച്ച് നിരപരാധി ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത്? അങ്ങനെ നിരപരാധിയാണ് ദിലീപ് എങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര്, ഗൂഢാലോചന നടത്തിയത് ആര്, ആ സാധനം പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടാണ് വാദോരാതെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ കേസ് CBI കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്നുള്ളൊരു വാദം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരത്തുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു വരിക തന്നെ വേണം. കുറെ വർഷം കൊണ്ട് ഒരാൾ കിടന്ന് നാട്ടുകാരുടെ മൊത്തം തെറിവിളി കേൾക്കുന്നുണ്ട്, ഇനിയും കേട്ടോണ്ടിരിക്കുകയാണ്. കോടതി വെറുതെ വിട്ടിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങേര് നിരപരാധിയാണോ അല്ലേന്ന് തെളിയിക്കേണ്ടത് കോടതിയുടെയും കൂടി ഒരു ആവശ്യമായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. കേസ് CBIക്ക് തന്നെ കൈമാറി അന്വേഷണം പുരോഗമിക്കണം. അന്വേഷണം പുരോഗമിച്ചതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് സത്യസന്ധമായി അന്വേഷിച്ച് ഈ കുറ്റവാളികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇപ്പം നടൻ ലാലിലോട്ട് ഒരുപാട് രീതിയിൽ കാര്യങ്ങൾ വളഞ്ഞൊടിഞ്ഞു പോവുകയാണ്. എന്ന് വെച്ചിട്ട് ലാൽ കുറ്റവാളിയാണെന്ന് ഇവിടെ ആരും സ്ഥാപിക്കുന്നില്ല. മറിച്ച് ലാലിനെ ചോദ്യം ചെയ്യണം. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നും ലാലിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അടക്കം പുറത്തു വരുന്നുണ്ട്. ആ സ്ഥിതിക്ക് എന്താണ് ലാലിനെ ചോദ്യം ചെയ്യാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും കുറച്ച് ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. ആദ്യം നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ മഹാനടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ. അതുവരെ പൾസർ സുനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുക്ക്ഡപ്പ് ആയിട്ടുള്ളൊരു കഥയാണത്. ക്രൈം ചെയ്യുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ശ്രീനിവാസൻ ആരോപിക്കുന്നു. 1.5 കോടി രൂപയ്ക്ക് പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നത് വിശ്വസനീയമല്ല. അന്ന് കേട്ടിട്ടുള്ളത് പൾസർ സുനി എന്ന് പറയുന്ന ആൾക്ക് ദിലീപ് 1.5 കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു കൃത്യം ചെയ്യിച്ചെന്നാണ് എനിക്കറിയാവുന്ന. ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് 1.5 പൈസ പോലും ചെലവാക്കില്ല ഇങ്ങനത്തെ പരിപാടി കണ്ടിട്ട്. അസുഖബാധിതനായി ചികിത്സ കഴിഞ്ഞ ഇതാദ്യമായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയ ശ്രീനിവാസൻ വിമൻ സിനിമ കളക്ടീവിനെതിരെയും തുറന്ന വിമർശനം ഉന്നയിച്ചു. WCC എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഉദ്ദേശം, അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയാണ്. അവരെ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആവശ്യം തൊഴിലിലെ തുല്യത എന്ന് സിനിമയ്ക്കുള്ളിലെ ആയില്ല. സിനിമയ്ക്കുള്ളിൽ ഒരാള് ഞാൻ പറയട്ടെ ഒരു കാര്യം. അതായത് 100 മീറ്ററിൽ ലോക റെക്കോർഡ് ആണുങ്ങൾക്ക് എത്രയാണെന്ന് അറിയാവോ? 9 സംതിങ് ആണ്. സ്ത്രീകളുടേത് ഏകദേശം ഒരു 11 സെക്കൻഡ് മറ്റാണ്. അപ്പോൾ വ്യത്യാസമുണ്ടല്ലോ. ഇതെങ്ങനെ തുല്യത ഉണ്ടാവുക? ഒരു സംഘടനയെയും നശിപ്പിക്കാനല്ല താൻ സംസാരിക്കുന്നതെന്നും ചില കാര്യങ്ങൾക്ക് അതിർവരമ്പുകൾ ഉള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ലെന്നും ശ്രീനിവാസൻ പ്രതികരിച്ചു. എം ദുരുപ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി. ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. മുഖം നോക്കാതെ അങ്ങ് വിളിച്ച് പറയും. ആരായാലും എന്തായാലും എന്ത് തേങ്ങയായാലും നല്ല നട്ടലോടും ചങ്കൂറ്റത്തോടും നിന്ന് തുറന്നടിച്ച് പറയും. ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ദിലീപ് കുറ്റക്കാരനാണെന്ന് അങ്ങേർക്ക് വിശ്വാസമില്ല. 1.5 കോടി എടുത്ത് കൊടുത്തെന്ന് പറയുന്നതിൽ വിശ്വാസമില്ല. അത് തന്നെയാണ്
അത് തന്നെയാണ്. നോക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ. നമുക്ക് ആവശ്യം സത്യം പുറത്തു വരണം. ദിലീപ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സത്യം പുറത്തു വരണം. കാരണം ദിലീപ് കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. കാരണം ഈ പൾസർ സുനിയെ ജാമ്യത്തിൽ ഇറക്കിയതും അവന്റെ ചെലവുകൾ നോക്കിയതും ദിലീപ് ഒരിക്കലും ആവത്തില്ല. കാരണം ദിലീപിന്റെ പേര് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ദിലീപ് അവനെ പിന്നെ വച്ച് തീറ്റി പോറ്റൂലല്ലോ. ആ സ്ഥിതിക്ക് അവന്റെ ചെലവുകളും കാര്യങ്ങളും നോക്കിയത് ആര്? അവരെ തൂക്കിയാൽ മതി. അവരാണ് ഇതിന്റെ പിന്നിൽ. അത് ആരെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കുക. അതാണ് പോലീസ് ചെയ്യേണ്ടത്. പക്ഷെ പോലീസ് അത് ചെയ്തിട്ടില്ല. പകരം ദിലീപിനെ മനഃപൂർവ്വം അതിന്റെ ഇടയിൽ പെടുത്തി. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇതിന്റെ സത്യം പുറത്തു വരണോടെ. അല്ലാണ്ട് ചുമ്മാ ഇരുന്നിട്ട് ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. മീഡിയക്കാര് ഇതിന്റെ ഇടയിൽ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രാജുവേട്ടൻ പറയുന്ന പോയിന്റ് ഉണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. കറക്റ്റ് പോയിന്റാ. ഞാൻ കുറെ ദിവസമായിട്ടിരുന്ന് പറയുന്ന പോയിന്റാണ്. രാജുവേട്ടൻ ഇടയ്ക്ക് മറ്റേ നിവിൻ പോളിയുടെ ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്താണെന്ന് തോന്നുന്നത്. ആ സമയത്ത് പറഞ്ഞ പോയിന്റാണ്. ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. കറക്റ്റ് പോയിന്റാ. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ആ പോയിന്റ്. കാരണം മീഡിയക്കാരാണ് ഇവിടെ പലതും അടിച്ചേൽപ്പിക്കുന്നത്. മീഡിയക്കാർ പറയുന്ന വിശ്വസിക്കുന്ന കുറെ ജനങ്ങൾ. ഇന്ന് മീഡിയക്കാര് TRPക്ക് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലാത്ത തനവും വിളിച്ച് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രാജേട്ടൻ പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു. ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ? പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ? ആണോ? അല്ല എന്നാണ് എന്റെ അഭിപ്രായം. മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി എന്താണെന്നതും കൃത്യമായി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ വന്നു? എനിക്കറിയാം. എവിടെയാണ് വന്നു? ചാനലുകളിലോ? ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പുറത്ത് എവിടെ വന്നു? ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? എന്റെ മോനെ രാജേട്ടൻ തകർത്ത്. ഒരു രക്ഷയില്ല. കലഹി. കറക്റ്റ് അല്ലേ? മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എല്ലാം ശരിയാണോ? എല്ലാം കറക്റ്റ് ആണോ? ദിലീപിന്റെ കേസ് തന്നെ എടുക്കുക. ഏതെങ്കിലും മാധ്യമങ്ങൾ ലാലിന്റെ പിന്നാലെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അതെന്തുകൊണ്ട് പോകുന്നില്ല? ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന അജിൻ ഈ അതിദീവ്യ ജീവിതയുടെ അഡ്വക്കേറ്റിന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. RC ഓണറായിട്ടുള്ള ലാലും ആ ലാലിലോട്ട് എന്തുകൊണ്ട് അന്വേഷണം പോയില്ലെന്ന് പറഞ്ഞപ്പോൾ ബബ്ബ അടിച്ചിട്ട് ഉരുണ്ട് മറിഞ്ഞിട്ട് ഇത്തരം ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കില്ലെന്നുള്ള രീതിയിലായി. എന്തുകൊണ്ട് അന്വേഷണം ലാലിലോട്ട് പോകുന്നില്ല? അതാണ് എൻ്റെ ഇപ്പോഴത്തെയും ചോദ്യം. ലാൽ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഇതുണ്ട് എന്ന് വെച്ചാൽ ലാലല്ല ഇതിന്റെ പിറകെ പ്രവർത്തിച്ചതെന്നും ലാലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊന്നും ഞാൻ സ്ഥാപിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ടുണ്ട്. എന്തുകൊണ്ട് ലാലിലോട്ട് അന്വേഷണം പോയില്ല, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ലാലിനെ പിടിച്ചില്ല? ഈ ഒരു സാധനം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം. കാരണം RC ഓണർ റിലേറ്റ് ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. ലാലിന്റെ പ്രൊഡക്ഷൻ വിഷയമായിട്ടും അവരെ കൊണ്ടൊന്നും അവരാരെയും ചോദ്യം ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ജനങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും. അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അതിജീവിതമായിട്ടുള്ള അതായത് നടിയെ കൊണ്ടുപോയത് ലാലിന്റെ പ്രൊഡക്ഷനിൽ നിന്നുള്ള വണ്ടിയിലാണല്ലോ കൊണ്ടുപോയത്. വഴിയിൽ വെച്ച് തടഞ്ഞു എന്നും വഴിയിൽ വെച്ച് തടയാൻ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വന്ന് ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറിയിട്ടാണ് നടിയെ ആക്രമിച്ചതെന്ന് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇന്നേ ദിവസം ഇന്നേ സമയത്ത് ഇവിടെ നിന്നും ഇങ്ങനെ ലാലിന്റെ ഇവിടെ നിന്നും വണ്ടിയിൽ അതിജീവിതയെ ഈ നാറ് കൊണ്ടുപോകുമെന്ന് ദിലീപിന് അറിയാൻ പറ്റുമോ? അതെങ്ങനെ അറിയാൻ പറ്റും? ഇവിടെ അതിജീവിതയെ ആ വണ്ടിയിൽ കൊണ്ടുപോകുമെന്ന് ആകെ അറിയാന്നുള്ളത് ലാലിന്റെ കുടുംബത്തിനും അല്ലേ? അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ആ ഒരു ഇതിന് മാത്രമല്ലേ? പിന്നെ ഈ നാറുകൾക്ക്. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്ത് കൂട്ടിയ ഒരു കാര്യം ആണെങ്കിൽ, ദിലീപ് നേരത്തെ പ്ലാൻ ചെയ്ത് കൂട്ടിയ ഒരു കാര്യമാണെങ്കിൽ എങ്ങനെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് പെട്ടെന്ന് പൾസർ സുനിയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനത്തെ ഗൂഢാലോചന പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് ദിലീപ് പ്ലാൻ ചെയ്യുമോ? നമ്മൾ ഒരാളെ തകർക്കണം എന്നൊരു ഗൂഢാലോചന പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓക്കെ എല്ലാം കൂടി ശരിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ടക്കനെ കയറിയിട്ട് ഒരു ഗൂഢാലോചന നടത്തുമോ? ഇല്ല. ചിന്തിക്ക്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദിലീപാണ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എല്ലാവരും അല്ല, കുറെ ആൾക്കാർ ഇതിന്റെ അരിയും അറിയും തിരിച്ചറിഞ്ഞുകൂടാതെ കുറെ എണ്ണം ചിന്തിച്ച് പറയുന്ന ആൾക്കാരടുത്താണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള. ഈ ഒരു വണ്ടിയിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയെ കൊണ്ട് മാർട്ടിൻ പോകുമെന്ന് എങ്ങനെ ദിലീപ് അറിഞ്ഞു? പെട്ടെന്ന് ഉടനെ ദിലീപ് വിളിച്ചു പറഞ്ഞു, ഓടേ പൾസർ സുനിയുടെ വണ്ടി ഇടാടേ പെട്ടെന്ന് കയറിക്കോ എന്ന് പറയുമോ? നമ്മൾ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ
മിനിമം ഒരാഴ്ചത്തെ ഒരു പ്ലാനെങ്കിലും കാണും. അല്ലാണ്ട് ഇന്ന് ചിന്തിച്ച് നാളെ കയറി ഇരിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ വ്യത്യാസത്തിൽ കയറി ഇരുന്ന് ചിന്തിച്ച് നടത്തുന്നതായിരിക്കത്തില്ല. അപ്പൊ ഇത് ആകെ അറിയാന്നുള്ള ആർക്കാ? ലാലിന്റെ മകൻ, ഇവർക്കൊക്കെയാണ് ഈ ഒരു സംഭവം അറിയാന്നുള്ളത്. ഈ അറിയാന്നുള്ളവരെയും ഈ വണ്ടി വിട്ടുകൊടുത്തവരെയും അവരെയൊക്കെ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. പകരം ഏതോ ഈ വിളയെ കടന്ന് ദിലീപിനെ പിടിച്ചിട്ട്, അതും പൾസർ സുനിയുടെ ഒരു കത്ത്, അവന്റെ കുത്ത് കിഴ, അതും വച്ചും കൊണ്ട് നല്ല ഒന്നാം തരമായിട്ട് പോലീസ് പ്ലാൻ ചെയ്ത് വരച്ച വരയിൽ കൂടി, അതായത് ആരോ വരച്ച വരയിൽ കൂടി പോലീസുകാർ അവര് പറഞ്ഞതുപോലെ കേട്ടും കൊണ്ട് ദിലീപിനെ പിടിച്ചിട്ട്. സത്യമല്ലേ? ചിന്തിക്കടേ, ലോജിക്ക് വെച്ച് ചിന്തിക്ക്. അതല്ലാണ്ട് പിന്നെ വായി തോന്നി കോതയ്ക്കായിട്ടൊന്നും വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ വേറൊരു ക്ലിപ്പ് കൊടുക്കാം. അതായത് ലാലേട്ടൻ പറയുന്ന കുറച്ച് കാര്യമാണ്, കേട്ടു നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയോടൊപ്പമാണ്. കാര്യം അത് ഇപ്പൊ ഈ നടി അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഭാഗത്താണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ അത് സംഭവിക്കാതിരിക്കും. വളരെ നന്ദി. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. നമ്മളെല്ലാവരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. കാരണം ഇങ്ങനെ ആർക്കും സംഭവിക്കില്ല. ഇതിപ്പം ഒരു നടിക്ക് സംഭവിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായത്. അല്ലാണ്ട് ഒരുപാട് സ്ത്രീകൾ ഇവിടെ കിടന്ന് പല ക്രൂരതകളും അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇതൊരു നടിക്കായത് കൊണ്ടാണ് ഇതിപ്പോ ഇത്രയും വലിയ ചർച്ചാ വിഷയമായത്. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഈ നടിക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് പൾസർ സുനിയെ പോലുള്ള ഒരു ചറ്റ വിളിച്ച് പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിലിടുക, അങ്ങേരെ കരിയർ മൊത്തം തൊലച്ചു കളയുക, ഇത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഇനി നമ്മുടെ അതിജീവിത അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. എടോ, അതിജീവിതയ്ക്ക് അപ്പീൽ പോകണമെങ്കിൽ, അതിജീവിതയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരണമെങ്കിൽ എത്ര പൈസ ചെലവാക്കണോ? ഇവർക്ക് ഉണ്ടാവുന്ന പൈസ, ഇവരിപ്പോ പുതിയ സിനിമകൾ ചെയ്യുന്നു. സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം, സിനിമാ മേഖലയുടെ സംവിധായകരെല്ലാം, സിനിമാ മേഖലയിലെ കൊട്ടക മുതലാളിമാരെല്ലാം ദിലീപിന്റെ പക്ഷം ചേരുമ്പോ ആരുണ്ടാവും ഇതൊക്കെ ഫേസ് ചെയ്ത് നടക്കാൻ? ഈ അതിജീവിതയുടെ അഡ്വക്കേറ്റാണ് ഏറ്റവും വലിയ കോമഡി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്നാണ് ഇതിനെ തപ്പിപ്പിടിച്ച് കണ്ടെടുത്തത്? പറയുന്ന വിഡ്ഢിത്തനങ്ങളൊക്കെ കണ്ടില്ലേ? ഇപ്പൊ പറയുന്ന അപ്പീലിന് പോകാൻ പൈസ ഇല്ലെന്നുള്ള രീതിയിലായി. ആദ്യം പറഞ്ഞ അപ്പീലിന് പോകണമെന്ന്, പിന്നെ നമ്മുടെ സർക്കാർ ഏറ്റെടുത്ത് അപ്പീൽ കൊടുത്ത് മേളിലോട്ട് വിടുന്നുണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ അഡ്വക്കേറ്റ് വന്നിരുന്ന് പറയുന്നത് അപ്പീലിന് പോകാൻ പൈസ ഇല്ലെന്ന്. എന്തോന്നടേ? അപ്പീലിന് പോയി കഴിഞ്ഞാൽ പലതും ചുരുൾ അഴിഞ്ഞു വീഴും കേട്ടാ ചേച്ചി. അതുകൊണ്ട് അപ്പീലിന് പോവാതെ തടഞ്ഞു നിർത്തുന്നതായിരിക്കും ചേച്ചി. ചേച്ചി എന്തായാലും അന്വേഷണം നമ്മുടെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു അപ്പീലിന് പോകും, ഞാൻ അംഗീകരിക്കാം. അല്ലാണ്ട് നമുക്കിത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല. ഇപ്പോഴും പറയുന്നു ദിലീപ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടണം. മറിച്ച് ദിലീപ് അല്ലെങ്കിൽ, അതാണ് എനിക്കറിയേണ്ടത്. ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര്? ദിലീപ് ആണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം. ഇത് രണ്ടുമാണ് എൻ്റെ ഒരു വാദം കേട്ടോ. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. 1000 അപരാധി മക്കൾ വെറുതെ പോയാൽ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത്. ആ നാട്ടില് ദിലീപ് നിരപരാധിയാണെങ്കിൽ ഇത്രയും കാലം അങ്ങേര് അനുഭവിച്ചു കൂട്ടിയ ആ മാനസികാവസ്ഥയ്ക്കും അങ്ങയുടെ കരിയർ തൊലഞ്ഞ് തരിപ്പണമായതിന് ആരിത്തരം പറയും? ഇപ്പൊ ഒരു തിരിച്ചുവരെ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഒന്നുമല്ലാണ്ട് തൊലഞ്ഞു കിടന്നൊരു ദിലീപ് ഉണ്ടായിരുന്നു. ആ ദിലീപ് നിരപരാധി ആണെങ്കിൽ വീട്ടിൽ പറയുകയാണ്, ആണെങ്കിൽ അങ്ങേരുടെ കരിയർ തൊലയ്ക്കാൻ വേണ്ടി കളിച്ച ഏത് അപരാധി മക്കളായാലും അതിനെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് ആ നാറികളെ ശിക്ഷിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ചുറ്റിക്കറങ്ങി അടിക്കാതിരിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. അതായത് കാവ്യ മൊഴി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയം നടക്കുകയാണ്. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാവ്യയും ദിലീപും ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. ആ സ്ഥിതിക്ക് കാവ്യ ദിലീപിന് മോശം വരുന്ന ഒരു കാര്യം ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ അവർ വേർപിരിഞ്ഞു പോകണം, എങ്കിലും ഒരു ശത്രുതയെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് ആദ്യം കാവ്യ ദിലീപിനെതിരെ പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കാവ്യ ദിലീപിന് സപ്പോർട്ടായിട്ട് പറയുമെന്ന് പറയുന്നത് എനിക്ക് യോജിപ്പേ ഇല്ല. അങ്ങനെ കാവ്യ എപ്പോഴെങ്കിലും ദിലീപിനെതിരായിട്ട് സംസാരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. ഒരു വ്യക്തി പറയുന്നതാണ് കേട്ടോ.
പ്രിയപ്പെട്ട ദിലീപ് വിരോധികളെ അഥവാ പൾസർ സുനി ആരാധകരെ, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, കാവ്യമാധവൻ വരെ മൊഴി മാറ്റി എന്നാണ് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാവ്യമാധവൻ ആദ്യം പറഞ്ഞ മൊഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 റിഹേഴ്സലിനിടയിൽ അതിജീവിത ദിലീപിനൊപ്പം താൻ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് മഞ്ജു വാര്യർക്ക് അയച്ചു. ഇത് ദിലീപിൻ്റെ പകയ്ക്ക് കാരണമായി. ശേഷം ഫോട്ടോ സംഭവമോ ബന്ധപ്പെട്ട ഏതെങ്കിലും വിദ്വേഷമോ പൂർണ്ണമായി നിഷേധിച്ചു. ഇത് കോടതി വന്നപ്പോൾ മൊഴി മാറ്റി. ഇങ്ങനെയാണ് മൊഴി മാറിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യയായ കാവ്യമാധവൻ സ്വന്തം ഭർത്താവായ ദിലീപിനെതിരെ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്ന് എങ്ങനെ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഒരു പക്ഷേ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും. അതായത് ആ മൊഴിയെടുക്കാൻ വരുന്ന ആ ടൈമിൽ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം കാവ്യമാധവനും ദിലീപും തമ്മിൽ ഒരു ചെറിയ വശപ്പശക്കുണ്ടായി. അതായത് കറിക്കകത്ത് ഉപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ് ദിലീപും കാവ്യയും തമ്മിൽ ഒരു ചെറിയൊരു വഴക്കുണ്ടായി. എന്നിട്ട് അന്ന് വൈകിട്ട് ഇവർ രണ്ടുപേരും 2 മുറിയിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും കാവ്യയ്ക്ക് ദിലീപിനോട് ഭയങ്കര ദേഷ്യം. ആ സമയത്താണ് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കാവ്യയ്ക്ക് അപ്പം ഉള്ളിൽ ദേഷ്യം കിടക്കുകയാണല്ലോ. അയാൾ എന്നോട് കറിക്കകത്ത് ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ശരിയാക്കി തരാം. അന്നേരത്തേക്കും കാവ്യമാധവൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഞാനും ദിലീപ് ചേട്ടനും കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിജീവിത ഫോട്ടോ എടുത്ത് മഞ്ജു വാര്യർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ പുള്ളിക്കൊരു വകയുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങോട്ട് മൊഴി കൊടുത്തു. കറിക്കകത്ത് ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് നീ എന്നോട് ദേഷ്യപ്പെടുമല്ലേ, ശരിയാക്കി തരാം. അങ്ങനെ ഒരു മൊഴി കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയി കഴിയുമ്പോഴത്തേക്കും ഇവർ ഭാര്യയും ഭർത്താവുമല്ലേ, ഇവർ ചക്കരയടയാവുമല്ലോ. അങ്ങനെ ചക്കരയടയായി. അതിനുശേഷം കോടതി വന്നപ്പോഴത്തേക്കും കാവ്യ, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആയിരിക്കുമോ സംഭവിച്ചത്? അല്ലാതെ കണ്ട് 2016 കല്യാണം കഴിച്ചു, അതിനുശേഷം 2017 ഈ സംഭവം ഉണ്ടായി. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പം ഭർത്താവിനെതിരെ ഭാര്യ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തെന്ന് ഇങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എന്തോന്നിടേത് ഒരു ചിന്താഗതിയില്ലേ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നാദിർഷയും ദിലീപും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം നാദിർഷ വരെ ആദ്യം ദിലീപിനെതിരെ കൊടുത്തു, അതിനുശേഷം മൊഴി മാറ്റി. അതുപോലെ തന്നെ സിദ്ദിഖ്. ഇങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ നിസാര തലച്ചോറൊന്നും പോരാ കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ. സത്യം പറയാലോ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ, സത്യം പറഞ്ഞാൽ CBI അന്വേഷിച്ച് അതിനെ തെളിയിക്കണം. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും ഞാൻ എൻ്റെ കാൽക്കുലേഷനിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്, എവിടെയാടാ ഇത് ദിലീപ് ചെയ്തു അല്ലെങ്കിൽ ദിലീപ് ചെയ്യിപ്പിച്ചു, ഈ ഗൂഢാലോചന എങ്ങനെയാടാ ദിലീപ് നടത്തി, എനിക്കിതുവരെ പിടികിട്ടുന്നില്ല. ഒരു രീതിയിൽ അങ്ങേരായിട്ട് കണക്ട് ആവുന്ന ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ തെളിവുകൾ ഉണ്ടാക്കി, പോലീസ് ഉൾപ്പെടെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറെ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടാക്കി. അല്ലാണ്ട് ഒരു സാധനം പോലും ദിലീപുമായിട്ട് കണക്ട് ആവുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. ഒരു രീതിയിലും ഒരു കാര്യവും ദിലീപുമായിട്ട് കണക്ട് ചെയ്ത് ദിലീപ് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സാധനമാണ്. തെളിവ്, ഡിജിറ്റൽ എവിഡൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ബോണ്ടായിട്ടുള്ള നല്ല ഒന്നാം തരം തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളോ അതും ഇതും ഇവൻ പറയുന്ന വിട്ടിത്തരങ്ങളൊക്കെയാണ് നമ്പി ആൾക്കാരിലേക്ക് മീഡിയ ഇഞ്ചക്ട് ചെയ്ത സാധനം വെച്ചിട്ടാണ് ജനങ്ങൾ ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ലടേ. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ ശ്രമിക്കും, കുറച്ച് തലച്ചോറ് ഉപയോഗിക്കും. അല്ലാണ്ട് തലച്ചോറിന്റെ അകത്ത് തീട്ടം ചെരി വെച്ചുകൊണ്ട് നടക്കാതെ തലച്ചോറ് ഉപയോഗിച്ച് ഈ കേസിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് പഠിക്കും, ജഡ്ജിമെന്റ് എടുത്ത് വെച്ച് വായിക്കും. അതുപോലെ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ, ഓരോരുത്തർ പറഞ്ഞ മാറ്റങ്ങൾ ഓരോന്നുമായിട്ട് എടുത്തു വെച്ച് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാണ്ട് അവർ ഈ മീഡിയക്കാർ പറഞ്ഞല്ലോ ദിലീപ്, നാളെ ഇതിന്റെ പ്രതി വേറെ ആരെന്നെങ്കിലും തെളിഞ്ഞാൽ കൂടി പറ്റൂല, നമുക്ക് ദിലീപ് മതി പ്രതിയായിട്ട്. ഈ ഒരു ട്രാക്കാണ് കുറെ വിവരദോഷികൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കടേ, ലോജിക്ക് വെച്ച് ചിന്തിക്ക്. തലയ്ക്കകത്ത് ചാണാൻ തിരികെ വെച്ച് ചിന്തിക്കാണ്ട് ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കും. എല്ലാം വിട്ടുതരങ്ങൾ മാത്രമാണ് ഇപ്പോഴും ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ദിലീപ്. സത്യം പറയാലോ, ഞാൻ ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും പരിശോധിക്കുന്നു, ഓരോരുത്തർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേൾക്കുന്നു. ഓരോന്നും കാണുമ്പോൾ എവിടെയാടാ ഇതിൽ ദിലീപ് കുറ്റക്കാരനെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, മറിച്ച് ദിലീപാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെങ്കിൽ ഉറപ്പായിട്ട് ശിക്ഷിക്കണം, അല്ലെങ്കിൽ ഉള്ള ആളെ ശിക്ഷിക്കണ്ടേ. ഇനി മറിച്ച് ദിലീപ് ആണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണ്ടേ. കോടതി ദിലീപിനെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ്? തെളിവില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ തെളിവുകളോട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ. എന്തുകൊണ്ട് പോലീസുകാർ ലാലിനെ ചോദ്യം ചെയ്തില്ല? എനിക്ക് ഏറ്റവും കൂടുതൽ ഉന്നയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ അതാണ്. അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടണം. ആ സ്ത്രീ അനുഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെയധികം പരിതാപകരമാണ്. ഒരു സ്ത്രീക്ക് അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കട്ടെ. കഷ്ടോടെ. ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ദിലീപാണ് ഈ കേസിൽ മണ്ടത്തരം കാണിച്ച ആദ്യത്തെ ആൾ. ഈ ദിലീപ് അന്നത്തെ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയ്ക്ക് അന്നൊരു പരാതി കൊണ്ടുപോയി കൊടുത്തു. ആ പരാതി ഇങ്ങനെയായിരുന്നു: വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ
തന്നെ ഒരു കത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ 1.5 കോടി തന്നെ ഈ കേസിൽ പെടുത്താതിരിക്കണമെങ്കിൽ 1.5 കോടി തനിക്ക് താൻ കൈമാറണം. ഇതാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലെനിക്ക് ഭയമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ദിലീപ് അന്ന് പരാതി DGP കൈമാറിയത്. ലോക്നാഥ് ബെഹ്റയ്ക്കാണ് കൈമാറിയത്. അദ്ദേഹം അന്നത്തെ ADGP ലോ ആൻഡ് ഓർഡർ ADGPക്ക് ഈ കത്ത് കൈമാറിയിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചൊരു കാര്യം, അടിസ്ഥാനപരമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് എത്രയും വേഗം കണ്ടെത്തണം. കാരണം ജയിലിൽ നിന്നൊരു കത്ത് വരുന്നു, ജയിൽ ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു കത്ത് പുറത്തു വന്നിരിക്കുന്നു. ഇത് ആരെഴുതി, എങ്ങനെയുള്ള മുഴുവൻ കാര്യവും കണ്ടെത്തണം. ലോ ആൻഡ് ഓർഡർ ADGPയുടെ നിർദ്ദേശപ്രകാരം ജയിൽ വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലെ കൈപ്പട സുനിലിൻ്റേതാണ്, NS സുനിൽ എന്ന പൾസർ സുനിലിൻ്റേതാണെന്ന് കണ്ടെത്തിയത്. ഇതാണ് ദിലീപിന് വന്ന ആദ്യത്തെ കുരുക്ക്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വേറൊന്നുമല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, നാളെ എവിടെയോ ഒരു പീഡനം നടന്നു, അങ്ങനെ ഏതോ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഏതോ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് അവന്മാരെ ജയിലിൽ കൊണ്ടിട്ടപ്പോൾ എനിക്ക് അവന്മാരോട്ട് ഒരു ബന്ധവുമില്ല, എനിക്ക് അറിയത്ത് പോലും ഒന്നുമില്ല. പക്ഷെ അവന്മാര് എൻ്റെ പേരും പറഞ്ഞ് അവിടെ നിന്നൊരു കത്തെഴുതി ഇങ്ങനെ പുറത്ത് വിട്ട് എൻ്റെ അടുത്ത് എത്തുന്നു. അടുത്ത 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം ഞാനാണ് ഇതിൻ്റെ പിന്നിൽ, ഈ പീഡനത്തിൻ്റെ ഗൂഢാലോചന ഞാനാണ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിൽ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പിന്നിൽ പോവുകയോ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ എവിടെയോ കിടക്കണ, എവിടെയോ നടന്നൊരു കേസിൻ്റെ തലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്, അല്ലെങ്കിൽ വരുത്തുകയാണ് എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട്. ജയിലിൽ നിന്നും ഒരാളൊരു കത്ത് എഴുതി പുറത്തു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഉള്ളവന്മാരെ അറിയാത്ത പരിപാടിയൊന്നും അല്ലല്ലോ. അതുപോലെ അവരുടെ ഒന്നും ഇതില്ലാണ്ട് ഒരാൾക്കൊരു കത്ത് എഴുതാൻ പറ്റൂ? ചിന്തിക്കടേ. ലോജിക്ക് എന്ന് പറയുന്ന സാധനം വെച്ച് ചിന്തിക്കും. തലക്കകത്ത് തീട്ടം വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. എങ്കിൽ ദിലീപ് എന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ. ആദ്യം കോമൺ സെൻസ് യൂസ് ചെയ്യും. ഇത് പണ്ട് ഈ കേസ് നടന്ന സമയത്ത്, അതായത് 8 വർഷം മുന്നേ ഈ കേസ് നടന്ന സമയത്ത് സത്യം പറഞ്ഞാൽ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇല്ല. ഈ വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാൻ യൂട്യൂബേഴ്സ് ഇല്ല, മീഡിയക്കാർ മാത്രമേ ഉള്ളൂ. ഈ മെയിൻ സ്ട്രീം മീഡിയക്കാർ മാത്രം. അവന്മാർ പറയുന്നതായിരുന്നു വേദവാക്യം. എന്നാൽ നമ്മളെ പോലെയുള്ളവന്മാർ അന്നേക്കേ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്തു വെച്ച് ചികഞ്ഞടിച്ചേനെ. അന്നേ ചിലപ്പോൾ ദിലീപ് രക്ഷപ്പെട്ടാനെ. ഉള്ള കാര്യം ഞാൻ പറയാം. അന്നേ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിക്കപ്പെട്ടാനെ. അന്ന് ഇത്രയും യൂട്യൂബേഴ്സ് ഇല്ലാതെ പോയി. ഉള്ള കാര്യം പറയാം. സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പല കാര്യങ്ങളും കാണുന്ന സമയത്ത്, പലതും എടുത്തു വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്കിതൊക്കെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നാളെ എവിടെയോ നടന്ന ഒരു കേസിൽ ആരോ ജയിലിൽ പോയിട്ട് എൻ്റെ പേരിലൊരു കത്ത് എഴുതിയിട്ട് നീ എനിക്ക് 10 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ നിന്റെ പേര് ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു കത്ത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നതിന് തുല്യമല്ലേ? പോലീസുകാർ എന്ത് ചെയ്യും? നേരെ അപ്പോൾ ഇവനാണല്ലേ ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സംഭവം നടക്കുന്നത്? അത്രയും ചിന്തിച്ചാൽ മാത്രം മതി. പൾസർ സുനി എന്ന് പറയുന്ന ഒരു പരമനാറി ദിലീപിന് ഒരു കത്ത് വിട്ടെന്ന് പറഞ്ഞ് ദിലീപ് അവിടെ ഒരിക്കലും കുറ്റവാളി ആവുന്നില്ല. അല്ലെങ്കിൽ ആ ഗൂഢാലോചനയുടെ പിന്നിൽ ദിലീപ് ആകില്ല. പകരം ദിലീപിന് ആ ഒരു കത്ത് വിട്ടുകൊണ്ട് ദിലീപിനെ കൊടുക്കുന്ന പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്, മനഃപൂർവ്വം. ഇപ്പൊ ഞാന് ഒരു കൊട്ടേഷനൊക്കെ പലരുടെയും കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ നിങ്ങൾ എന്നെ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചു, ഇതുപോലെ ആരെങ്കിലും ആക്രമിക്കുക, ഇത്ര രൂപ തരാം, നീ ജയിലിൽ പോയി കിടന്നാലും നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന പരിപാടി ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കുരുക്കാൻ നോക്കും. എനിക്ക് കൊട്ടേഷൻ തന്ന നിങ്ങളെ ഞാൻ കുരുക്കാൻ നോക്കും. എന്തെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ ഞാൻ കുരുക്കാൻ നോക്കും? ഇല്ല. മറിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വെടിപ്പായിട്ട് നോക്കണം. എനിക്ക് തരാനുള്ള പൈസ എല്ലാം തരണം. ഞാൻ അതിൻ്റെതായ വഴിയിൽ മിണ്ടാതിരുന്നോളൂ, എല്ലാം ഏറ്റെടുത്ത് ഞാൻ മിണ്ടാതിരുന്നോളൂ. അതല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പൾസർ സുനിക്കും ദിലീപ് ഈ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടിയ പൈസയും വാങ്ങി നക്കിക്കൊണ്ട് പൾസർ സുനി എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരിക്കണം. പകരം പൾസർ സുനി എന്താ ചെയ്തത്? വേറെ ആരോ കൊടുത്ത കൊട്ടേഷനിൽ ആ പൈസയും വാങ്ങി ഞണ്ണിക്കൊണ്ട് ദിലീപിനെ എടുത്തിട്ട് അതല്ലേ ചെയ്തിട്ടുള്ളത്? ചിന്തിക്കടേ. ഇത്രയും ചിന്തിച്ചാൽ മതി. ഇതുപോലെ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് മലയാളികൾക്കില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടിയെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അത്ര ഇതിലൊന്നും പറയാനുള്ളൂ. ഇപ്പോഴും ദിലീപ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ദിലീപ് ആണെങ്കിൽ ദിലീപ് ശിക്ഷിക്കണം. എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വലിയ വാദം വേറെ ഒന്നുമില്ല, ഈ കേസ് CBI കൊണ്ട് അന്വേഷിക്കണം. അതാണ്. അപ്പീലുമായിട്ട് അതിജീവിതം മേളിലോട്ട് പോകണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇനി ദിലീപ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ട് നോക്ക്. അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ ഞാനന്ന് രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് 13-ാം തീയതിയായിട്ടാണ് എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് തളർന്നതായിട്ടാണ് ഷൂട്ടിംഗ് നിർത്തി വെച്ച് ഞാൻ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് രാവിലെ അറിയണത് ഇങ്ങനെ വിഷയം. ഞാനപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റിട്ട് രമ്യനെ വിളിക്കണു. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നി രമ്യയുടെ വീട്ടിലാന്ന് പറഞ്ഞു. ഞാൻ രമ്യനെ
പുള്ളിക്കാരത്തിയുടെ അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു. വിഷമി നമ്മൾ ഭയങ്കര ഷോക്കായി പോയി. അപ്പം അമ്മ പറഞ്ഞു, ദിലീപ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു ദൈവമേ എന്തായാലും നമ്മളെല്ലാവരും കൂടെയുണ്ട്, ധൈര്യം കൊടുക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം നമ്മുടെ നേരെ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തോളെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മെൻ്റലി അപ്സെറ്റ് ആവാം, കുറേ കാലത്ത് ചിലപ്പോൾ മിണ്ടാതായി പോയേക്കാം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് 2 ദിവസം കൊണ്ട് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയ അവരുടെ ആ ചങ്കൂറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് കുത്തിപ്പറഞ്ഞതാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ദിലീപ് ഇവിടെ പറയുന്നത് അഭിനയമാണെന്നാണ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവനൊരു നടനാണ്, അവൻ അതുകൊണ്ട് അഭിനയിക്കുകയാണ്. എന്തേടെ ദിലീപ് പറഞ്ഞാൽ മാത്രം അഭിനയം, ലാല് പറഞ്ഞാലും പൾസർ സുനി പറഞ്ഞാലും നിങ്ങൾക്കെല്ലാം വിശ്വാസം. കൊള്ളാം, നല്ലതാണ്. ബാക്കി ആര് പറഞ്ഞാലും വിശ്വാസം. ദിലീപ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ അഭിനയമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കിതൊരു പിടികിട്ടുന്നില്ല കേട്ടാ. എടാ നല്ല രീതിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പുഷ്പം പോലെ തൂക്കിയെടുത്ത് അകത്തിടാം. പക്ഷേ നല്ല രീതിയിൽ അന്വേഷിച്ചില്ല. അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആ ഗൂഢാലോചന നടത്തിയവരുടെ പിന്നിൽ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയവരുടെ കൂടെ പോലീസും ആ സമയത്തുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഇനി നമ്മുടെ അതിജീവിത അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യമുണ്ട്. ഇതുപോലെ ഒരു അഡ്വക്കേറ്റ് ആർക്കും കിട്ടാതിരിക്കട്ടെ. ഒരിക്കലെങ്കിലും ഈ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള ഏതെങ്കിലും ഒരാൾ ഈ പെൺകുട്ടിയുടെ കൂടെയാണ് ഞങ്ങളെന്ന് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതല്ലേ, അതില് പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും ദാരുണമായ ഒരു കുഴപ്പമുണ്ടാവണം. അത് ആരും ആയിക്കോട്ടെ, അയാൾ കൾപ്രിറ്റാന്ന് കണക്കാക്കപ്പെടണ്ടേ? അതെ, ഉറപ്പായിട്ടും. അവർ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടാ? മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട്. തെളിവുണ്ട്, ഞങ്ങൾക്കുണ്ട് തെളിവ്. തെളിവാ? ഏത് തെളിവ്? തെളിവൊന്ന് കാണിക്കും, തെളിവ് കാണിക്കും. നിങ്ങളെ കയ്യിൽ കുറെ തെളിവുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ തെളിവെല്ലാം കൂടി കോടതിയിൽ കൊടുത്തില്ലേ? അതാ ബാഗിൽ പൂട്ടി വെച്ചാ? ഈ തെളിവെല്ലാം കൂടി കോടതിയിൽ കൊടുത്തെങ്കിൽ കോടതി എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല? ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ തെളിവുകൾ അവിടെ കൊണ്ട് ഹാജരാക്കി. അതുകൊണ്ട് കോടതി ദിലീപിനെ വെറുതെ വിട്ടു. പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ അതിജീവിതയ്ക്കൊപ്പം ഈ പറയുന്ന ലാലേട്ടനും മമ്മൂക്കയും നിന്നില്ല എന്ന് നിങ്ങൾ ഓരോ പ്രസംഗിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചതല്ലാണ്ട് ഈ ലോകത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ള പീഡനങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നേവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മമ്മൂട്ടിയും മോഹൻലാലും അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചില്ലെന്നാണ് നിങ്ങളുടെ പരാതി. നിങ്ങൾ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. കൂടുതൽ വായ്ത്താൾ അടിക്കാൻ നിൽക്കല്ലേ ചേച്ചി, എനിക്കത് പറയാനുള്ളൂ, സത്യം. ഇനി നമ്മുടെ സുരേഷ് ഗോപി ദിലീപിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, കേട്ടു നോക്ക്. അതിൽ നിന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെയാ. ആദ്യം ദിലീപിനെ പറ്റിയിട്ട് സുരേഷ് ഗോപി പറയുന്ന കേട്ടോക്കാം. ലാല് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, നീ എന്തിനാ ഇങ്ങനെ ഈ ഗ്യാപ്പ് ഇടുന്നത്, നീ പടങ്ങൾ ചെയ്യട്ടോ? പറയത്തില്ലല്ലോ. മമ്മൂക്കയും പറയത്തില്ലല്ലോ. ദിലീപ് മാത്രമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സുരേഷ് ഏട്ടാ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പടം വന്ന് ചെയ്. രഞ്ജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ, ഷാജിയേട്ടൻ്റെ അടുത്ത് പറയട്ടെ. അപ്പോഴും ദിലീപ് ചോദിക്കുന്ന അതാണ്. അപ്പൊ ദിലീപിന് അറിയാം എന്താണ് ഒരു ആക്ടറെ ആക്റ്റീവായി ഭയങ്കര വൈബ്രൻ്റായി നിലനിർത്തുന്നത് എന്താണെന്ന് ദിലീപിന് അറിയാം. കാരണം അവൻ ഒരു ആക്ടറിനേക്കാൾ നല്ല ഡയറക്ടറാണ്, ഒരു ഡയറക്ടറെയും ആക്ടറേക്കാൾ നല്ല പ്രൊഡ്യൂസറാണ്, നല്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇത്രയും ക്വാളിറ്റി, അതായത് ലാസ്റ്റ് പറഞ്ഞ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. ഡയറക്ടറാണ്, നടനാണ്, പ്രൊഡ്യൂസറാണ്, അതിനേക്കാൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് ഈ പറയുന്ന സുരേഷ് ഗോപി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും കഴിവ് ഒരുമിച്ചുള്ള ഒരു കലാകാരനാണ്, ഒരു വ്യക്തിയുമാണ് ദിലീപ് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ തകർക്കുക എന്നത് മറ്റു പലർക്കും തോന്നും. കാരണം മറ്റു പലരെക്കാളും ഒന്നുമില്ലായ്മയിൽ നിന്നും കയറി വന്ന് വൻ സെറ്റപ്പായി മാറുന്ന ഒരു വ്യക്തിയെ വെട്ടിയിടാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് നമ്മളെ ജംഗ്ലി റബ്ബിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചോദ്യം ചെയ്യണം പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്, ഒരുപാട് ജനങ്ങളുടെ അപേക്ഷയാണ്. അതാണ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യം. കാരണം ദിലീപ് അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മണ്ടത്തനം ചെയ്തുകൊണ്ട് ദിലീപ് സ്വന്തം കരിയർ ഇല്ലാണ്ടാക്കും. അതൊരു ചോദ്യമാണ്, വലിയ ചോദ്യചിഹ്നം. അതും കൂടി ഒന്ന് ചിന്തിച്ചാൽ കൊള്ളായിരിക്കും.
ഇനി പൾസർ സുനി വെറും കാട്ടപരാധി മോനാണെന്നും പൾസർ സുനി അടിച്ചിട്ടുണ്ടെന്നും ഒരു ലേഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നേ അവരുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അവർ വേറൊരു വീഡിയോയിലും ആ കാര്യം വേറൊരു രീതിയിലും പറയുന്നുണ്ട്. വേറെ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്, കേട്ടു നോക്കാം. കോടതിയിലെ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ? കോടതി വെറുതെ വിടണം എന്നുണ്ടെങ്കിൽ തെളിവ് വേണം. തെളിവില്ലല്ലോ. തെളിവില്ലാത്തടത്ത് പുള്ളിനെ നിരപരാധിയായിട്ട് വിട്ടു. അതിനകത്ത് ഇനിയിപ്പോ നമുക്കൊന്നും പറയാനില്ല. നോ കമന്റ്സ്. ഈ നടീനെ എങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി എങ്ങനെയാ കിട്ടിയത്? അത് അവര് കണ്ടുപിടിക്കണ്ടേ? ആ നടി പോലും നേരത്തെ പറഞ്ഞിട്ടില്ല. ദിലീപേട്ടന്റെ പേര് ആദ്യം പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നീട് സംശയത്തിന്റെ പേരിൽ ഒരാളെ ക്രൂശിച്ചതാണ്. ആയിക്കോട്ടെ, ഈ പറയുന്ന ആൾക്കാർ സിനിമയില് ഡ്രൈവറായിട്ടും എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുള്ളതാ. എന്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. ഞാൻ വേണ്ടാത്തതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയതാണ്. അടി കൊടുത്ത് തന്നെ ഒഴിവാക്കിയതാണ്. പിന്നെ ചേട്ടൻ അങ്ങനെ പറയണ്ട. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ. കാരണം ഈ പൾസർ സുനി ചെറ്റയാണെന്നും ഇവൻ മുന്നേ സിനിമാ ഫീൽഡിൽ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു എന്നും ഇവനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മുടെ ലാല് ഗോവയിൽ വെച്ച് ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഡ്രൈവറായിട്ട് വെച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ചെറ്റയെ ഡ്രൈവറായിട്ട് വെച്ചത്? മാർട്ടിൻ അവനും ഡ്രൈവറായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ പൾസർ സുനിയുമായിട്ട് ഒരു കണക്ഷനും ദിലീപിനുണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ലാലുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് പോലീസുകാർ അന്നേ ചോദ്യം ചെയ്യേണ്ടത് ആരെയാ? ലാലിനെയാ. അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ലാൽ ഒരു വാക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാണ്ട് പൾസർ സുനി എന്റെ പേരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ ചെളിവാരി അടിക്കും, എന്റെ ജീവിതം തൊലയും എന്നുള്ള സാധനം മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ മനസ്സിലാക്കുക, അല്ലാത്തടത്ത് എനിക്കൊന്നും പറയാനില്ല. ഇനി വേറൊരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേട്ട് നോക്കാം. നിങ്ങൾ പറയുന്ന പോലെ ഗൂഢാലോചന അതല്ല, ഗൂഢാലോചനയുടെ ഗൂഢാലോചന എന്ന് പറയാം. അതായത് ഈ പറയുന്ന അതിജീവിത അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ഒരു പർട്ടിക്കുലർ ആളുടെ കാറിലാണ്. അവരാ സമയത്ത് വരുന്നു എന്ന് ആകെ 2-3 പേർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവരാ കാറിൽ വന്നു എന്ന് ഉള്ളതും അങ്ങനെ അവരെ അപ്പോൾ അതുണ്ടല്ലോ, അതിനൊരു ഗൂഢാലോചനയുണ്ട്. അങ്ങനെ ഒരു കാറിൽ ഈ പർട്ടിക്കുലർ നടി വരുന്നുണ്ട്, അതുകൊണ്ട് ആ നടിയെ ഇന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകാം എന്ന് എടുക്കുന്ന ഗൂഢാലോചനയുണ്ട്. അത് തെളിഞ്ഞിട്ടുണ്ട്. ആ ഗൂഢാലോചന തെളിഞ്ഞു. ഇനി അതിലേക്ക് പ്രേരിപ്പിച്ച അതിന് ഉള്ള ഗൂഢാലോചനയാണ് ദിലീപിൽ ആരോപിക്കപ്പെട്ടത്. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഒന്നാമത്തെ ഇതിൽ ഈ പ്രതി പൾസർ സുനി ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സീനിയർ നടി തന്നെ കേസ് കൊടുക്കാനിടയായ സംഭവം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ആ കേസിലൊക്കെ പൾസർ സുനിയെ ആരാണ് ഗൂഢാലോചനയ്ക്ക് പ്രേരിപ്പിച്ചത്? കറക്റ്റ് ചോദ്യമല്ലേ? അപ്പൊ മുന്നേയും വേറെ നടികൾക്ക് ഈ പൾസർ സുനിയുടെ അടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്ന് ഒന്നും ആരുടെയും ഗൂഢാലോചനയുടെ പേര് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഈ അതിജീവിതയെ മാത്രം ആക്രമിച്ച സമയത്ത് അതിന്റെ പിന്നിൽ ദിലീപിന്റെ പേര് ഗൂഢാലോചനയായിട്ട് വന്നു. അതെങ്ങനെ? പിടികിട്ടുന്നില്ല. ആകെ മൊത്തം ചളവും കുളമാണ്. CBI, where are you now? Come, let's investigate this fucking case എന്ന് എനിക്ക് പറയാനുള്ളൂ. സീരിയസ്ലി നല്ല ഒന്നാം തരം പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുത്തന്റെ കരിയർ തൊലച്ച് പിന്നെ ഇപ്പൊ തിരിച്ച് കയറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കുറെ ജനങ്ങൾ, ഈ TV ന്യൂസ് കാണുന്ന ജനങ്ങൾ ദിലീപാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. വേറൊരു ക്ലിപ്പ് കൊടുക്കാം കേട്ടോ, ഒരു ചർച്ചയാണ്. അത് നിയമപരമായി ഒരാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ പിന്നെ അയാൾ കുറ്റാരോപിതൻ പോലുമല്ല, അയാൾ കുറ്റവിമുക്തനാണ്. അയാൾ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഇവിടെ ദിലീപിനെതിരെയും കോടതിക്കെതിരെയും ഒക്കെ സതുദ്ദേശത്തോടു കൂടി ആക്രമിക്കുന്നവരാണെങ്കിലും, അതായത് അവൾക്ക് നീതി കിട്ടണം എന്ന ഉദ്ദേശത്തിൻ്റെ പുറത്ത് ആത്മരോഷത്തോടെ ദിലീപിനെതിരെയും കോടതിക്കെതിരെയും ഒക്കെ ചാടിക്കടിക്കുന്നവർ സൂക്ഷിക്കുക. അത് ദിലീപിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായി മാറും. ശരിയാണ്, കറക്റ്റാണ്. കാരണം ഇന്ന് ഇപ്പൊ ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ പ്രസ് മീറ്റിലൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു പ്രസ് മീറ്റ് നടന്നതും. കണ്ടു കാണുമല്ലോ ഏതോ? അല്ല, ഇത് ഭാഗ്യലക്ഷ്മി എന്നുള്ളതല്ല, ആരായാലും ഇപ്പോൾ അതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. പക്ഷേ ഇതിനകത്ത് ദിലീപ് ഉന്നയിച്ചിട്ടുള്ള ഒരു നിർണായകമായ വാദമുണ്ട്. അതെന്താണെന്നറിയോ? ദിലീപ് പറയുന്നത് തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ്. അതെ, അത് ആർക്കും ചർച്ച ചെയ്യാൻ വയ്യ. കാരണം ദിലീപ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരൊക്കെ ഗൂഢാലോചന ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും ദിലീപിനെ അങ്ങ് തീർക്കണം. ദിലീപിനൊന്ന് തൂക്കിക്കൊണ്ടിരുന്നെങ്കിൽ മലയാളികൾക്ക് മൊത്തം സമാധാനമായി തന്നെ.
അത് പറ്റാത്തതുകൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷനാണ് കമന്റ് ബോക്സുകളിലായാലും വിമർശനങ്ങളിലായാലും കാണാൻ സാധിക്കുന്നത്. സത്യം ജയിക്കണം. ഇവിടെ ആണായാലും പെണ്ണായാലും ഒരു വ്യത്യാസം വേണ്ട, സത്യം ജയിക്കണം. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നിരപരാധിയായ ഒരാളെ കുറ്റവാളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയതാര്, അത് തെളിയണം. ഇനി കോടതി ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയതാര്, അത് തെളിയിക്കണം. ഇതൊക്കെയാണ് തെളിയിക്കേണ്ട കാര്യങ്ങൾ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളോ പഴയ ഇന്റർവ്യൂയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊണ്ട് അയച്ചു തരിക, ഞാൻ കാണട്ടെ. കാരണം ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഓരോന്നും ഞാൻ പറയുന്നത്. ബൈ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്.